4 മാസം മുമ്പ് എന്റെ വീടിന്റെ മുറ്റത്ത് എന്റെ ഉമ്മ ഉണ്ടായിരുന്നു, എന്റെ ഭാര്യ ഉണ്ട്, എന്റെ സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ വേറൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. വീട്ടില് മുറ്റത്തിരുന്ന് കളിക്കായിരുന്നു. പെട്ടെന്ന് ഒരു തെരുവ് നായ, വളർത്തുനായല്ല, നല്ല നാടൻ നായ വന്നിട്ട് കുട്ടിന്റെ മുടിക്കെട്ട്, പെൺകുട്ടി ആയതുകൊണ്ട് മുടിക്കെട്ട് ഉണ്ടായിരുന്നു, ആ മുടിക്കെട്ടിന് കടിച്ച് പിടിച്ചിട്ട് എന്റെ ഭാര്യ വന്നിട്ട് കുത്തിയിട്ടും അതെന്ത് ചെയ്തില്ല, വിട്ടുപോയില്ല. ആ വിട്ടുപോയതിന്റെ ശേഷം 10 മുറിവുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഞാനൊരു സാധാരണക്കാരനാണ്, പൊതുപ്രവർത്തകനാണ്. എന്റെ മുമ്പിൽ ആദ്യമായിട്ടൊരു അനുഭവം ഇങ്ങനെ വരുന്നത്. അത് വന്ന സമയത്താണ് ഞാൻ ഇതിന്റെ ഫാക്റ്റുകളൊക്കെ മനസ്സിലാക്കിയത്. കാരണം ഞാൻ ഈ കുട്ടിന്റെ ഏറ്റവും നേരെ ഇവിടെ പോയപ്പോൾ പറഞ്ഞു, മുറിവായതുകൊണ്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ബ്ലോക്കിൽ നിന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ കണ്ട് ചെല്ലുമ്പോൾ മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ 2 നായക്കള്. എന്റെ കുഞ്ഞിന് വാക്സിൻ കൃത്യമായിട്ട് എടുത്തില്ല. അവര് കൊണ്ട് ചെല്ലുമ്പോൾ ഇവര് ഡിലേ ആണ്. ഒരു പേഷ്യന്റിനെ ഇല്ല, ഒരു കുഞ്ഞിനെ കൊണ്ട് ചെല്ലുമ്പം എൻ്റെ കുഞ്ഞിന്റെ കയ്യിൽ ഇവിടാണ് മുറിവുണ്ടായത്. ബാക്കിൽ 2 സൈഡിലും മുറിവുണ്ടായിരുന്നു. അതായത് ചവച്ചരച്ച് കളഞ്ഞു മാംസം. പൈപ്പിന്റെ മൂട്ടി നിർത്തി ആ മാംസം ഫുള്ള് പറിച്ച് കളയുമ്പോഴും എൻ്റെ കുഞ്ഞ് ഒരു പ്രതികരണം ഇല്ലാതെ നിൽക്കുകയായിരുന്നു. കാരണം നമുക്ക് അത്രയ്ക്ക് ടെൻഷനും പേടിയും എല്ലാം ആയിട്ട് ഭയങ്കര ഒരവസ്ഥയായിരുന്നു. ഞാൻ എന്നിട്ട് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോഴത്തേക്കും അവർക്ക് അതൊക്കത്തില്ല, OP ടിക്കറ്റ് വേണം, അത് വേണം, ഇത് വേണം, ഞങ്ങൾക്ക് മുറിവ് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വന്ന ലേഡി ഡോക്ടർ ഈ മുറിവിനകത്ത് കുത്തിവെക്കേണ്ട മരുന്ന് വെറുതെ സ്പ്രേ ചെയ്ത് കളയാ ചെയ്തത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ചെന്ന് അടുത്തടുത്ത് നിന്ന് ഈ വാക്സിൻ എടുക്കാൻ പറ്റില്ല. ചികിത്സ കിട്ടിയില്ല. അവര് നമ്മൾ ഒരു പട്ടി കടിച്ച് കൊണ്ട് ചെല്ലുമ്പോൾ അത്രയും കെയർലെസ് ആയിട്ട്, അതായത് അവർ സ്ഥിരം കാണുന്ന എൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുത്ത് വെക്കുക, ഇല്ലെങ്കിൽ ആ മുറിവ് ഒന്ന് പരിശോധിക്കാൻ പോലെ ഒരു അറപ്പ് പോലായിരുന്നു ആ ഡോക്ടർ എൻ്റെ കുഞ്ഞിനോട് പെരുമാറിയിരുന്നത്. സാർ പറയാം, ഒരു പെയിൻ കില്ലർ എൻ്റെ കുഞ്ഞിന് കൊടുത്തില്ല. അന്ന് രാത്രി കഴിച്ചു കൂട്ടിയത് അത്രയ്ക്ക് വേദന സഹിക്കാൻ പറ്റാൻ ഞാൻ പിറ്റേന്ന് ഞാൻ മെഡിസിറ്റിയെ കൊണ്ട് ചെന്നാണ് ആ മുറിവ് പരിശോധിച്ചത്. ഇവിടെ ഉള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ ഉള്ള ഡോക്ടറിന്റെ അടുത്ത് മുറിവ് കൊണ്ട് കാണിച്ചപ്പോൾ സർജൻ പറഞ്ഞത് എനിക്ക് കുട്ടികളെ നോക്കി പരിചയമില്ല എന്നാ പറഞ്ഞത്. പരാതി കൊടുത്തു ആർക്കെങ്കിലും? എല്ലാവർക്കും കൊടുത്തു. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. ഒരു മനുഷ്യൻ. നമ്മുടെ പ്രധാനമായിട്ടും പരാതി കൊടുത്തു. വീണ ജോർജിന് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ജസ്റ്റിസ് സിരിജകൻ കമ്മിറ്റിക്ക് കൊടുത്തു. ഇപ്പൊ ലാസ്റ്റ് ഞാന് മെമ്പറെ ഇതുപോലെ എന്റെ കുഞ്ഞിനെ പട്ടി കടിച്ച് ഇവിടെ ഭയങ്കര തെരുവുനായ ശല്യാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പഞ്ചായത്തിൽ വന്ന് പരാതി കൊടുക്കുന്നുണ്ട്. മെമ്പർ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാവോ, നീ പട്ടിക്കെതിരെ പരാതി കൊടുക്കാൻ പഞ്ചായത്തിൽ ചെന്ന് നിനക്കെതിരെ കേസ് എടുക്കുമെന്നാ. എനിക്ക് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ട് ജനാധിപത്യത്തിന്റെ ഭാഗമാണല്ലോ ശരിക്കും മാധ്യമങ്ങള്. നമ്മളെ നാട്ടിലെ ഈ മാധ്യമങ്ങൾ അല്ലാത്ത ഒരു സിസ്റ്റം ഇതിനോട് നമുക്ക് ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്തം നിറവേറ്റില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മാധ്യമങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു എന്നല്ല. ഞാൻ 8 ഡിപ്പാർട്ട്മെന്റിക്ക് പരാതി അയച്ചു. മുഖ്യമന്ത്രിക്ക് അയച്ചു, LSTD ഡിപ്പാർട്ട്മെന്റിക്ക് അയച്ചു, സിരിരംഗം കമ്മിറ്റിക്ക് അയച്ചു. അതിനുശേഷം സിരിരംഗം കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് ജില്ലാ ലീഗൽ ഇതിക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് 2 വാക്കിൽ ഞാൻ വലിയ പരാതി അയച്ചിട്ട് എനിക്ക് 2 വാക്കിൽ ഒറ്റ പേപ്പറിൽ എനിക്ക് പരാതികളൊക്കെ തിരിച്ചു വന്നു. അതിൽ കോട്ടക്കൽ നഗരസഭയിലെ സെക്രട്ടറി എന്നെ വിളിക്കാത്തതിൻ്റെ പേരിൽ ഞാൻ ഒരു ദിവസം അവിടെ സത്യാഗ്രഹമായിരുന്നു. നഗരസഭയ്ക്ക് മുമ്പിൽ ഞാൻ സത്യാഗ്രഹമായിരുന്നു. കാരണം ബാക്കി നമ്മൾ അറിയണതും അറിയാത്തതുമായ ആളുകൾ ഈ ഭീകര ദൃശ്യം കണ്ടിട്ട് എന്നെ വിളിച്ചു. ഈ തെരുവ് നായ്ക്കളുടെ പ്രശ്നം ഉദ്യോഗസ്ഥന്മാര് സീരിയസ് ആയിട്ട് കാണുന്നില്ല. കാരണം അവരൊരിക്കലും റോഡ് ഇറങ്ങി നടക്കുന്നില്ല. ഈ മൃഗസ്നേഹം എന്ന് പറയുന്ന ആൾക്കാരായാലും ഈ മന്ത്രിമാരായാലും ഒരിക്കലും അവർ റോഡ് ഇറങ്ങി നടക്കുന്നില്ല. അവര് കാറിൽ പോന്നു വരുന്നു. അവരുടെ മക്കളും അങ്ങനാണ്. വേസ്റ്റ് എത്ര നിസ്സാരമായിട്ടാണെന്നറിയ വേസ്റ്റ്. എൻ്റെ കുഞ്ഞു മരിച്ച് പിറ്റേന്ന് തന്നെ എൻ്റെ വീടിൻ്റെ മുന്നിൽ വേസ്റ്റ് കൊണ്ടിട്ട് ഞാൻ പഞ്ചായത്തിൽ അറിയിച്ചു. ആരാ അവർ ചോദിക്കുന്നേ, നിങ്ങൾ കണ്ടോ? നമ്മൾ കയറി റോഡിൽ ഇരിക്കാൻ പറ്റുമോ? ഞാൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. കളക്ടർ ജോയിന്റ് ഡയറക്ടർ പരാതി എഴുതി. ജോയിന്റ് ഡയറക്ടർ പറഞ്ഞു ഇതിൻ്റെ പരാതി നൽകേണ്ടത് ജില്ലാ ലീഗൽ അതോറിറ്റിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അയൽവാസിക്ക് വീട്ടിൽ കിടന്നുറങ്ങുന്ന കുട്ടിയാണ് നായി കടിച്ചത്. വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് നായി കടിച്ച്. ഈ നായ കടിച്ച കുട്ടീനെ ഞാൻ പെട്ടെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പറഞ്ഞു ഇത് ഇൻറ്റിമേഷൻ വിടണം സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ നിർബന്ധത്തിൽ വിളിച്ചു. പിറ്റേന്ന് എന്നോട് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറയണം ഇത് എന്ത് കേസാണ് എടുക്കുക, നിങ്ങളിത് പഞ്ചായത്തിലാണ് പരാതി പറയേണ്ടത്. അപ്പൊ ഇതിന്റെ ഉത്തരവാദികൾ ആരാണെന്ന് ശരിക്കും പ്രോപ്പറായിട്ട് ഈ വിദേശ നായ ബ്രീഡ് ബിസിനസ് ഉണ്ടല്ലോ അത് നിയന്ത്രണ വിധേയമാക്കണം. ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് മാറി വരുന്ന ഗവൺമെന്റ് പോലും ഇതിനുവേണ്ടി ഇടപെടുന്നില്ല. സത്യസന്ധമായിട്ട് 1 വർഷം വന്ധീകരണം പ്രോപ്പറായിട്ട് ശാസ്ത്രീയപരമായിട്ട് സുരക്ഷിതമായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ നായകളുടെ എണ്ണം കുറയും.
മനസ്സിലായില്ലേ? അപ്പൊ ഈ ഉമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ കണ്ണീരിന് ഒരു പരിഹാരം മുന്നോട്ട് വരണം. ഇത് അവർ തന്നെ പറഞ്ഞു, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ കിട്ടുന്ന പരിഹാരങ്ങളില്ല. അവിടെ ചോദിച്ചാൽ ഈ കാര്യങ്ങൾ പറഞ്ഞു, അവർ പറഞ്ഞ കറക്റ്റാണ്. അതുകൊണ്ട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ശരിക്കും ഓരോ ഡിപ്പാർട്ട്മെന്റും, മൃഗസംരക്ഷണ വകുപ്പ് എന്ന ഡിപ്പാർട്ട്മെന്റ് തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല. അവർ കറക്റ്റായിട്ട് ഒരു മാസം ഇത് കറക്റ്റായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തീരാ, ഒരു വർഷം കൂടെ ഡീൽ ഞാൻ വിജയിലേക്ക് വരാം.